ഹായ് ഗൈസ്, ഇറ്റ്സ് മീ വൈശാഖ്. നമുക്ക് നിഞ്ച 400ഉം അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും അതിൻ്റെ ലുക്സും കാര്യങ്ങളും ഇതൊരു വാല്യൂ ഫോർ മണി ആണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിഞ്ച 400. കാഴ്ചയിൽ ഏതാണ്ട് 600 നിഞ്ച 600നോടൊക്കെ ഏതാണ്ട് സിമിലറാണ് വെഹിക്കിൾ. നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ കളറാണ് ഇത്, ഓറഞ്ചും ആയിട്ടുള്ള. പിന്നെ ഒരു ബ്ലാക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന നമ്മുടെ നിഞ്ചയുടെ ഗ്രീൻ കളർ നിഞ്ച അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നിഞ്ചയാണ് നോർമലി നമ്മൾ നിഞ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട് വരുന്ന കളറ്. പിന്നെ ഈ രണ്ട് കളറുകൾ ഒരു സ്പെഷ്യൽ കളറായിട്ട് എനിക്ക് തോന്നി നിഞ്ചയുടെ കാര്യത്തിൽ. ബ്ലാക്ക് കാണാൻ നല്ല രസമുണ്ട്, നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഗ്രീനിനേക്കാളും ഒരു വെറൈറ്റി ആയിരിക്കും ഈ ബ്ലാക്ക് എന്ന് തോന്നുന്നു നേരിട്ട് കാണാൻ. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ ഇഷ്ടം മറ്റേ തന്നെയായിരിക്കും. വണ്ടിയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ABS ആണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല മാസീവായിട്ടൊരു വെഹിക്കിളാണ്, നല്ല വീതിയും കാര്യങ്ങളും. അപ്പോൾ ഇതുമായിട്ട് നേരിട്ടൊരു കമ്പാരിസൺ വന്ന വെഹിക്കിൾ നമ്മുടെ RC390 ആണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ വണ്ടി ക്ലിക്കാവോ ഇല്ലയെന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇല്ലയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൻ്റെ പ്രൈസിങ്ങാണ്. ഒരു 5.21 ലാക്കാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരിക ഇന്ത്യയിൽ. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രൈസിങ്ങാണ്. RC390 ഒരു 2.61 ലാക്കിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു വെഹിക്കിൾ, ഇത് ഒബ്വിയസ്ലി ഇതൊരു ട്വിൻ സിലിണ്ടറാണ്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് എന്തായാലും റൈഡിങ് കംഫർട്ടിലുണ്ടാകും. ഒരു ട്വിൻ സിലിണ്ടർ ഓടിക്കുന്നതും ഡ്യൂക്ക് പോലെ ഒരു സിംഗിൾ സിലിണ്ടർ ഓടിക്കുന്നതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതൊരു വൈബ്രേഷൻ്റെ കാര്യത്തിലും ഒരു റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഫാർ ബെറ്റർ ആയിരിക്കും ഈ വെഹിക്കിൾ. പക്ഷേ പവർ ഔട്ട്പുട്ടൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് 48.3 BHP ആണ്. പക്ഷേ അത് RC390 44 BHP, അത് ചെറിയൊരു 4 BHPയിൽ താഴെയുള്ള ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ അതിന് നമ്മൾ 2 ലാക്ക് എക്സ്ട്രാ കൊടുക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഹ്യൂജ് ആയിട്ടൊരു എമൗണ്ടാണ്. അതുപോലെ തന്നെ 38 Nm ഓഫ് ടോർക്ക് ഉണ്ട്. ടയർ സൈസൊക്കെ ആണെങ്കിലും RCയും നിഞ്ചയുടെയും സൈസിൻ്റെ കാര്യത്തിൽ സെയിമാണ്. ഫ്രണ്ടിൽ 110 70 17, ബാക്കിൽ 150 60 17 ആണ് വരുന്നത്. അപ്പോൾ അതാണിത് തമ്മിലുള്ള മെയിനായിട്ടൊരു കോമ്പറ്റീഷൻ വരാനുള്ളൊരു കാരണം. ഈ വെഹിക്കിൾ ശരിക്കും ഒരു 1 ലക്ഷം രൂപയെങ്കിലും അവർ കുറച്ചിട്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ കുറേ നിഞ്ച 400 ഇറങ്ങിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വണ്ടി ക്ലിക്ക് ആവാനൊരു ചാൻസും ഇല്ല. കാരണം വണ്ടി ബെറ്ററാണ്, പക്ഷെ ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം RC390 നല്ല പെർഫോമൻസും കാണാനും കാഴ്ചയിലൊക്കെ നല്ല ലുക്കായിട്ടൊരു വെഹിക്കിളാണ്. ഈ വണ്ടി കാണാനൊക്കെ നേരിട്ട് ലുക്കാണ്, ഇച്ചിരി വീതിയും ഒരു വലിയ ഹ്യൂജ് വെഹിക്കിൾ പോകുന്ന ഒരു എഫക്റ്റ് തന്നെയുണ്ട് ഈ നിഞ്ച 400-ന്. പക്ഷേ ഇതാണ് മെയിനായിട്ടൊരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നത്. സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. RC-നേക്കാളും കംഫർട്ടബിളായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയത് എന്തായാലും നിഞ്ച 400 തന്നെയായിരിക്കും. വൈബ്രേഷൻ അതുപോലെ തന്നെ റിഫൈൻമെൻറ്റ് ലെവലും എല്ലാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടി തന്നെയായിരിക്കും ഇച്ചിരി സൂപ്പറായിട്ട് നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു വെഹിക്കിൾ. എൻ്റെ ഈ ഒരു കളർ വേരിയേഷൻ, ഈ ഒരു ഓറഞ്ച് അതുപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം സാധാരണ നമ്മൾ പച്ച കളറിലാണ് നിഞ്ച കാണാറ്. ഈ ഒരു കളർ കോമ്പിനേഷൻ അതുപോലെ ഒരു ബ്ലാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാക്കും ഒരു ഡിഫറെൻ്റ് അപ്രോച്ചായിരിക്കും നിഞ്ചയിൽ നിന്ന് കവാസാക്കിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡിസൈൻ പാർട്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടെയിലൈറ്റൊക്കെ കാണാനാണെങ്കിൽ നല്ല രസമാണ്. ഒരു പ്രത്യേക ഷേപ്പിൽ ചെയ്ത് എന്താ വെച്ചാൽ വണ്ടിയോട് നമ്മൾ ബാക്ക് ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് പുറകിലേക്ക് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അതിലൊരു 400 എന്നൊരു ബാഡ്ജിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വലിയൊരു എക്സോസ്റ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. അത് കാഴ്ചയിൽ ഇച്ചിരി ബോറാണ്, എന്ന് വെച്ചാൽ വലുപ്പം കൂടിയതുകൊണ്ട്. പിന്നെ ഒരു അനലോഗ് ഡിജിറ്റൽ കൂടിയിട്ടൊരു മീറ്റർ കൺസോൾ വരുന്നുണ്ട്. ഫ്രണ്ടിലൊരു ക്ലിയർ ആയിട്ടൊരു വൈസറുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കണ്ട ഇതാണ് ഒരു ദേഷ്യം പിടിച്ച് വന്ന ആളുടെ ഒരു ലുക്കൊക്കെ പോലെ, എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അഗ്രസീവായിട്ടൊരു വെഹിക്കിൾ. അതാണ് എൻ്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിം ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള വന്ന വണ്ടിയാണ്. നിഞ്ച 400 എന്ന സൈഡിൽ എഴുതിയിട്ടുണ്ട്. കാവാസാക്കി എന്നൊരു ബാഡ്ജിങ്ങാണ് ടാങ്കിൽ വന്നത്. നല്ലൊരു സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ടിലേക്കൊക്കെ നല്ല നീളവും നല്ല വീതിയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. അതിൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബാക്കി കളർ ഡിഫറൻസ് അല്ലാണ്ട് ഈ വണ്ടികൾ തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസും കാര്യങ്ങളും അതുപോലെ
വേറൊരു ചേഞ്ചോ കോസ്മെറ്റിക് ചേഞ്ചുകളോ ഒന്നും വന്നില്ല. ജസ്റ്റ് കളറിൻ്റെ ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ. പക്ഷേ എല്ലാവർക്കും നമുക്ക് നിഞ്ച എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഗ്രീൻ കളറാണ് പെട്ടെന്ന് നമുക്ക് ഓടി വരിക. നിഞ്ച 300 നമ്മുടെ നാട്ടിൽ പണ്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വെഹിക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ വെഹിക്കിളിന് ഒരു 1,00,000 രൂപയുടെ ഡിഫറൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഒരു ഹ്യൂജ് ഡിഫറൻസ്, ഒരു പ്രൈസ് റേഞ്ചാണ് ഈ വണ്ടിക്ക് മാർക്കറ്റിൽ ഏറ്റവും വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാത്ത ഇച്ചിരി പ്രൈസ് കുറവായിരുന്നെങ്കിൽ വണ്ടി അടിപൊളിയായാണ്. ഇതിപ്പോൾ നിഞ്ച 400 റൈറ്റിലും ലെഫ്റ്റിൽ ഇരിക്കുന്നത് നിഞ്ചയുടെ 650 എന്ന് പറഞ്ഞിട്ടൊരു വെഹിക്കിളാണ്. കാഴ്ചയിൽ തന്നെയാണെങ്കിൽ കണ്ടോ, സെയിം 650യുടെ ഒരു സൈസ് ഈ 400-ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടി ഇത്ര ഹ്യൂജ് കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ സ്പോർട്ട് ബൈക്ക് എന്ന് തന്നെയാണ് നമ്മൾ പറയുള്ളൂ. ഈ ഒരു 650L ഈ ഇപ്പുറത്തിരിക്കുന്ന ഈ വെഹിക്കിൾ ഇപ്പോൾ ബൈക്ക് പ്രാന്തന്മാർ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഞാൻ കാണാറുണ്ട്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ശരിക്കും ഞാനൊരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ആറ്റം സ്മോക്കി പുള്ളിക്ക് യൂസ് ചെയ്യാനാന്ന് പറഞ്ഞ് വാങ്ങിച്ച വണ്ടിയാണ്. അതിൻ്റെ ന്യൂ വേർഷനാണ് ഇപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് 650L. നല്ലൊരു വെഹിക്കിളാണ്, നല്ലൊരു ടോർക്കുള്ളൊരു വെഹിക്കിളായിട്ടാണ് എനിക്ക് ഈ വണ്ടി ഫീൽ ചെയ്തേക്കുന്നത്. ഒരു എക്സ്ട്രീം സൂപ്പർ സ്പോർട്ട് കാറ്റഗറി അല്ല വെഹിക്കിള്, പക്ഷേ നല്ല എൻജിൻ പവർ 650cc ട്വിൻ സിലിണ്ടർ വന്നിട്ട് നല്ലൊരു എൻജിൻ പവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ന്യൂ വേർഷനാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. എൻ്റെ അണ്ടർബെല്ലി എക്സോസ്റ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. ശരിക്കും അണ്ടർബെല്ലി എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിലേക്ക് കാണാൻ രസമായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ ഈ സാരി ഗാർഡും അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ കമ്പൾസറി ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഊരി മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അടിപൊളി ലുക്കാണ്. ലോങ് റൈഡൊക്കെ പോകാനാണെങ്കിലും പെർഫെക്റ്റാണ്. സൂപ്പർ ബ്രേക്കിംഗ് അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ എന്താണെങ്കിലും നിഞ്ചനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിഞ്ച കുറച്ച് അപ്പുറത്ത് 1000-ഉം ZX 10R കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല കൂടുതലായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.